നമസ്കാരം. സെലിബ്രിറ്റികളെ, സിനിമാ അഭിനേതാക്കളെ, അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ സ്ഥാനങ്ങൾ ഉള്ളവരെയൊക്കെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന രീതി കേരളത്തിലും അല്പം സജീവമായിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ അത് കണ്ടു. ചിലതൊക്കെ വർക്കൗട്ട് ആവുകയും ചെയ്തു കേട്ടോ. കോൺഗ്രസ് രമേശ് പിഷാരടി എന്ന ഒരു അഭിനേതാവിനെ, മിമിക്രി കലാകാരനെ മത്സരിപ്പിച്ചു. അത് ഫലം കണ്ടില്ല. ധർമ്മജൻ ബോൾഗാട്ടി മത്സരിപ്പിച്ചു, ഫലം കണ്ടില്ല. ജഗദീഷിനെ മത്സരിപ്പിച്ചു, ഫലം കണ്ടില്ല. പിന്നെ കെ ബി ഗണേഷ് കുമാറിന് നേരത്തെ തന്നെ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ മുകേഷിനും രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളയാളാണ്. അദ്ദേഹം ബേസിക്കലി CPI കാരനാണ്. എന്നാൽ പോലും ഒരു ഇടതുപക്ഷ ആശയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. മാത്രമല്ല സ്ഥലം കൊല്ലമാണ്. അദ്ദേഹത്തെ കൊല്ലത്താണ് മത്സരിപ്പിച്ചത്. കൊല്ലത്തിന് ഇടതുപക്ഷത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അങ്ങനെ പലരും മത്സരിച്ചതായും ചിലരൊക്കെ ജയിച്ചതായും ചിലരൊക്കെ തോറ്റതായും ഒക്കെ നമുക്ക് അറിവുള്ളതാണ്. തമിഴ്നാട്ടിലൊക്കെ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ മത്സരിച്ച് ജയിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അത് കടന്നു വരികയാണ്. CPM ഭാവന എന്ന അഭിനേത്രിയെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. CPMന് എത്രത്തോളം ഈ ഭാവനയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അതിനകത്ത് ചില നമുക്ക് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സ്ത്രീയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ CPMന് പറ്റുമോ? CPM ഭാവനയെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത ഇപ്പം കഴിഞ്ഞ ദിവസം ദീപികയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു പൂർണ്ണമായും തെറ്റായ വാർത്തയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതേക്കുറിച്ച് ആലോചനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ഇനി ഭാവന മത്സരിക്കുമോ മത്സരിക്കാതിരിക്കുമോ എന്ന് നമുക്കറിയില്ല. നടി ഭാവനയെ മത്സരരംഗത്തിറക്കാൻ CPM തീരുമാനം എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി പട്ടികയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. നടി ഭാവനയെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കി പാർട്ടി ഉന്നതതലത്തിൽ ആലോചനകൾ സജീവമാക്കിയെന്നാണ് വിവരം. സ്ത്രീ വോട്ടർമാർക്കിടയിലും യുവാക്കൾക്കിടയിലും ഭാവനയ്ക്കുള്ള വലിയ ജനപ്രീതി വോട്ടാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് CPMന്റെ ഒരു കണക്കുകൂട്ടൽ. രാഷ്ട്രീയത്തിന് അതീതമായ വലിയൊരു സൗഹൃദ വലയവും പിന്തുണയും ഭാവനയ്ക്കുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യും എന്ന് പാർട്ടി വിലയിരുത്തുന്നു. മുതിർന്ന നേതാവ് ഐഷ പോറ്റിക്ക് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് CPMന് വലിയ ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഈ ഐഷ പോറ്റി പോയ ആ ഒരു വിടവ് നികത്തുന്നതിന്, അല്ലെങ്കിൽ അതിന്റെ ആ ക്ഷീണം തീർക്കുന്നതിന് ഭാവനയെ അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ സാധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് CPM ഇറങ്ങുന്നത്. നിലവിലെ MLA-മാരായ താരങ്ങളെ മാറ്റി നിർത്തി പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭാവനയുടെ പേര് ചർച്ചയായിരിക്കുന്നത്. ഭാവനയുടെ നിലപാട് അറിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നടി സമ്മതം അറിയിച്ചാൽ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം തന്നെ ഇവർക്കായി നൽകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇവർ ബേസിക്കലി തൃശ്ശൂർ ആ മേഖലയിലെ താമസക്കാരിയാണ് എന്ന് തോന്നുന്നു അടിസ്ഥാനപരമായിട്ട്. അപ്പം തൃശ്ശൂരോ അങ്ങനെയുള്ള മേഖലയോ, ഇനിയിപ്പോൾ ഐഷ പോറ്റിക്ക് പകരം കൊട്ടാരക്കരയിലോ വല്ലതും ഇവരെ അവതരിപ്പിക്കുമോ എന്നറിയില്ല. അവിടെ ബാലഗോപാലുണ്ട്. എന്നാൽ പോലും അത്തരത്തിൽ ഒരു പകരത്തിന് പകരം കാണാൻ വേണ്ടി ഇതുപോലെ നടിമാരെയും സെലിബ്രിറ്റികളെയും ഒക്കെ തെരഞ്ഞു പിടിച്ച് മത്സരിപ്പിക്കുന്ന രീതി, നമ്മൾ ഈ രീതിയോടൊട്ടും യോജിക്കുന്നില്ല കേട്ടോ. ഒരിക്കലും ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്കും മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കും ഇതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല. അതേത് പാർട്ടി ചെയ്താലും. BJP ചെയ്താലും കഴിയില്ല. BJP ശ്രീശാന്തിനെ നിർത്തുന്നു എന്ന് ഇടയ്ക്ക് കേട്ടു. അതുപോലെ ഉണ്ണി മുകുത്തനെ നിർത്തുന്നു എന്ന് കേട്ടു. അതുപോലെ പല ആളുകളുടെ പേര്, വട്ടിയൂർക്കാവില് കൃഷ്ണകുമാർജിയെ നിർത്തുന്നു എന്ന് കേട്ടു. അദ്ദേഹത്തിന് പിന്നെയും കുറെ കൂടി രാഷ്ട്രീയ പരിചയമുണ്ട്. ഇത് രാഷ്ട്രീയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണ മികവ് എന്ന് പറയുന്നത് ഒരു നടിക്കോ നടനോ ഉണ്ടാകേണ്ട ഒന്നുമല്ല. രാഷ്ട്രീയ പാരമ്പര്യവും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടും മുകേഷ് കൊല്ലത്ത് എന്തു ചെയ്തു എന്ന് കൊല്ലംകാരോട് ചോദിച്ചാൽ മതി. കൊല്ലത്തെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി ചോദിച്ചാൽ അവിടുത്തെ സഖാക്കൾ കൂടി പറഞ്ഞു തരും എന്ത് ചെയ്തു എന്നുള്ളത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി സെലിബ്രിറ്റികളെ, നടന്മാരെ, നടിമാരെ അവതരിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ രീതി എത്രത്തോളം അരാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിൽക്കാം, ആരെ വേണമെങ്കിലും മത്സരിപ്പിക്കാം, ജയിപ്പിക്കാം. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ഒക്കെ തന്നെ തീരുമാനങ്ങളാണ്. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടതാണ്. ഭാവനയ്ക്ക് എന്ത് CPM പരിചയമാണ് ഉള്ളത്, അല്ലെങ്കിൽ പാരമ്പര്യമാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് ഭരണ മികവാണ് ഉള്ളത്? ഒരു MLA ആയിരിക്കുമ്പോൾ അയാൾ അല്ലെങ്കിൽ അവർ നടത്തേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങളുണ്ട്. അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം, ഇപ്പോൾ സുരേഷ് ഗോപി പിന്നെയും അദ്ദേഹം കുറെ കൂടി രാഷ്ട്രീയമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് അദ്ദേഹം MP ആയിട്ട് വലിയ പരാതിയില്ലാതെ പോകുന്നു എന്നുള്ളത്.
ഇതുപോലെയുള്ള ആൾക്കാർക്ക് യുവതികൾക്കും അതുപോലെയുള്ള കടന്നു വരുന്ന പുതിയ തലമുറയിലെ ആളുകൾക്കുമൊക്കെ എന്ത് രാഷ്ട്രീയം അറിയാം, എന്ത് ജനസേവനം അറിയാം, എന്ത് പൊതുപ്രവർത്തനം അറിയാം എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കും. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.